നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 19 മുതൽ 26 വരെ നടക്കും. 19 വൈകിട്ട് 5 TS അനന്തരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്തിലെ പൂത്തറയ്ക്കൽ ഗവൺമെന്റ് നഴ്സറി സ്കൂളിൽ ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. CC മുകുന്ദൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 19 മുതൽ 26 വരെ നടക്കും. 19 വൈകിട്ട് 5 TS അനന്തരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾക്ക് വെള്ളത്തിട്ട് കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി യജ്ഞാചാര്യനാകും. 23 ശ്രീകൃഷ്ണാവതാര ദിനത്തിൽ വൈകിട്ട് തിരുവാതിരക്കളി, കോൽക്കളി എന്നിവയുണ്ടാകും. 24 രുക്മിണി സ്വയംവര ഘോഷയാത്ര പെരുമ്പിളിശ്ശേരി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. എല്ലാ ദിവസവും പ്രസാദഊട്ടുണ്ടാകുമെന്നും ക്ഷേത്രസമിതി ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് P. രാഘവൻ നായർ, സെക്രട്ടറി TN ബാലൻ, ജനറൽ കൺവീനർ M. രാമചന്ദ്രൻ, പ്രവീൺ അഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുടർച്ചയായിട്ട് നടന്നു വരുന്ന ഈ സപ്താഹത്തിൽ നമ്മൾ നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടും അതേപോലെ തന്നെ നല്ല ഭക്തിസാന്ദ്രമായ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ഭക്തജനങ്ങൾക്കുള്ള പ്രസാദമൂട്ട്, അതേപോലെ ഈ രുക്മിണി സ്വയംവരത്തിൻ്റെ അന്നുള്ള മഹാപ്രസാദമൂട്ട്, സമാപന ദിവസവും വിപുലമായ രീതിയിലുള്ള പ്രസാദമൂട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഇതിൻ്റെ ആചാര്യ നമ്മുടെ മാധവൻ നമ്പൂതിരിയാണ്. അദ്ദേഹം ചെറുവത്തേരിക്കാരനാണ്. അദ്ദേഹമാണ് ഇത്തവണത്തെ. കഴിഞ്ഞ വർഷം നമുക്ക് വെള്ളിലേഴി ആയിരുന്നു. അതിന് മുന്നേ നമ്മുടെ വിതിരപ്പള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാടായിരുന്നു. പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ഇന്നുവരെ ഇതിനു വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനപങ്കാളിത്തവും നമ്മളുടെ സഹകരണം ഭക്തജനങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സഹകരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ പിന്തുണയുണ്ടാവുന്ന സമയത്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പാലിയേറ്റീവ് രോഗിക്ക് സന്തോഷവും സമാധാനവും ആശ്വാസമൊക്കെ ലഭിക്കുന്നത്. അങ്ങനെ സമൂഹത്തിൻ്റെ ഒന്നാകെയുള്ള ശ്രദ്ധ, ഒന്നാകെയുള്ള പങ്കാളിത്തം ഈ പ്രവർത്തനത്തിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ പാലിയേറ്റീവ് ദിനാചരണം, ഇതുപോലുള്ള റാലി, റോൾ പ്ലേ, പാട്ട് ഇതൊക്കെ നടത്തുന്നത്. അങ്ങനെ ഇത്തരം ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ ഇതിലൊന്നും പങ്കാളികളാകാത്ത, ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളുടെ ശ്രദ്ധ ഇതിലേക്ക് വരികയും അവരുടെ സഹായം ഈ പ്രവർത്തനത്തിൽ ഉണ്ടാവുകയും അങ്ങനെ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക്, രോഗികൾക്ക് അവരുടെ പിന്തുണ ലഭിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരിപാടികളിലെയൊക്കെ ആഗ്രഹം, ലക്ഷ്യം സഫലമാകുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷനായി.
വിപുലമായ രീതിയിലുള്ള ചർച്ചകളും സെമിനാറുകളും പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. വേദന അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി വർഷങ്ങളോളമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം അത് എത്രത്തോളം മഹത്തരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, അത്രത്തോളം ഈശ്വര സന്നിധിയിലേക്ക് എത്തുമെന്ന് ഈ കാലഘട്ടം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. രോഗം വന്നു കഴിഞ്ഞാൽ മരുന്നിനും മന്ത്രത്തിനേക്കാൾ ഉപരിയായി സാന്ത്വനത്തിലൂടെ, അതേപോലെ പരിചരണത്തിലൂടെ, തൊട്ടു തലോടിലൂടെ തന്നെ അസുഖം ഭേദമാക്കാവുന്ന രീതിയിലുള്ള പരിപാടിയിലേക്ക് പോലും ഈ കാലഘട്ടത്തിൽ പാലിയേറ്റീവ് മാറി എന്നുള്ളത് വളരെയധികം ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനന്ദയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് അംഗങ്ങൾ സാന്ത്വന പരിചരണത്തിന്റെ വിവിധ തലങ്ങൾ വിവരിക്കുന്ന റോൾ പ്ലേ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. പരിപാടിയോടനുബന്ധിച്ച് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും റാലിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ആയുർവേദ ഡിസ്പെൻസറി ജീവനക്കാർ, പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് എൻഡോമെന്റ് വിതരണവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. നല്ലൊരു മനുഷ്യസ്നേഹിയായിട്ടുള്ള കുട്ടികളായിട്ട് വളരാനായിട്ട് നിങ്ങൾക്കൊക്കെ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചർ നന്ദിനി ടീച്ചർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ 29 വർഷം ജാനുവരി മാസത്തിലേക്ക് തികയുന്നു എന്നാണ് ടീച്ചർ പറയുന്നത്. ഇവിടെ വന്നിട്ട് എത്ര മാസമായി ടീച്ചർ? 3 വർഷക്കാലമായിട്ട് ടീച്ചർ ഈ സ്കൂളിലുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത്, ഒരിക്കൽ പോലും ടീച്ചർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് അത് എന്താ പറയുക, അത് ശരിയല്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അവസരം ടീച്ചർ ഉണ്ടാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ വളരെ സ്നേഹത്തോടുകൂടെ എത്ര ശാരീരിക പ്രശ്നങ്ങളുണ്ടായാലും വീട്ടിലിരിക്കുമ്പോഴായിരുന്നാലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ വിളിച്ച് സംസാരിക്കാനും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും നല്ല സ്നേഹത്തോടുകൂടെ ഒരു ടീച്ചർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സഹോദരി എന്ന നിലയിൽ ടീച്ചറുടെ സാമീപ്യം എനിക്കുണ്ടായിട്ടുണ്ട്, സ്നേഹം എനിക്കുണ്ടായിട്ടുണ്ട്. വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരിയും യാത്രയപ്പ് സമ്മേളനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നേരത്തെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളൊക്കെ ഒരുപക്ഷെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വിദ്യാലയ അന്തരീക്ഷങ്ങളാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലാകെ നമ്മൾ കാണുന്നത്. കേവലം പഠിപ്പിക്കൽ മാത്രമല്ല ഓരോ വിദ്യാലയത്തിലും നടക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ വൈവിധ്യപൂർണമായ അഭിരുചികൾ പഠിപ്പിനൊപ്പം വികസിപ്പിക്കാൻ ആവശ്യമായ എല്ലാ അന്തരീക്ഷവും സൃഷ്ടിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാലയവും മുന്നേറുന്നത്. നമ്മുടെ സ്കൂളും അങ്ങനെ വിഭിന്നമല്ല, നമ്മുടെ വിദ്യാലയവും അതിന് വിഭിന്നമല്ല. വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ നമ്മുടെ കുട്ടികളുടെ ഭാവി ഏറ്റവും ഊർജ്ജസ്വലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ധാരാളം ഘടകങ്ങൾ ചേർന്ന് അലിഞ്ഞതാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ വ്യത്യസ്ത മുഖങ്ങൾ. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ട് കലാകാരൻ സനി വല്ലച്ചിറ വിശിഷ്ടാതിഥിയായിരുന്നു. എൻഡോമെന്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി നിർവഹിച്ചു. വിരമിക്കുന്ന അധ്യാപിക സിബി നന്ദിനിക്ക് യാത്രയപ്പ് നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത വോഗീസ്, പഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, പ്രധാനാധ്യാപകൻ CS രാജു, PA ഷമീർ, KM രേഖ, KR ബിനി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്തിലെ പൂത്തറയ്ക്കൽ ഗവൺമെന്റ് നഴ്സറി സ്കൂളിൽ ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. CC മുകുന്ദൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിന് ആവശ്യമായ രീതിയിലുള്ള സഹായം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ സഹായമാണ്. MLA കുറച്ച് പൈസ കൊടുത്താൽ വേറെ നിയമ നടപടികളായി തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ നഴ്സറി സ്കൂള് ഒരു മാതൃക നഴ്സറി സ്കൂളായിട്ട് മാറ്റിയെടുക്കുന്ന തോന്നൽ മനസ്സിലുണ്ടായി.
അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ തയ്യാറാക്കി ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര പൈസ വരണം പറഞ്ഞു. എന്തായാലും ആ പൈസ പൂർണ്ണമായി അനുവദിക്കുക എന്നുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ സാമൂഹികപരമായ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണത്. MLAയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ഫർണിച്ചറുകൾ നൽകിയത്. ഡെസ്കുകൾ, ബെഞ്ചുകൾ, സ്റ്റീൽ കസേരകൾ, ക്ലോത്ത് ഡ്രൈയിംഗ് സ്റ്റാൻഡ്, ജനൽ കർട്ടൻ ഫിറ്റിംഗ് തുടങ്ങിയ ഫർണിച്ചറുകളാണ് വിതരണം ചെയ്തത്. സിഡ്കോ ഏജൻസി മുഖാന്തരം ചേർപ്പ് ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. തുടർന്നും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ നമ്മുടെ നഴ്സറി സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കറിയാം എല്ലാം ഹൈടെക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഹൈടെക് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ സ്കൂളുകളുമായിട്ട് തട്ടിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പ്രൗഢി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലും നമ്മുടെ നഴ്സറി സ്കൂളും ആ ഒരു പ്രൗഢിയിൽ തന്നെ ആകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കൂടിയായിരിക്കണം MLA ഇതിവിടെ അനുഭവിച്ച് നൽകിയിട്ടുണ്ടായിരിക്കുക. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PC പ്രഹ്ലാദൻ, വിദ്യ രമേശ്, KB പ്രജിത്ത്, ജോസ് ചാക്കേരി, സുനിത ജിനു, അധ്യാപിക AK കല, CC റെനി എന്നിവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിലെ ആദ്യ മലയാളി പുരുഷ നൃത്താധ്യാപകനായി RLV രാമകൃഷ്ണൻ. ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് രാമകൃഷ്ണന്റെ നിയമനം. യോഗ്യതാ അഭിമുഖ പരീക്ഷകളിൽ ഒന്നാമതായാണ് രാമകൃഷ്ണന്റെ നിയമനം. UGC മാർക്ക് നിർദ്ദേശപ്രകാരം 2 മാസം മുൻപാണ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യതാ പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം. ചലച്ചിത്രതാരം കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും 1ാം റാങ്ക് ജേതാവാണ്. രാമകൃഷ്ണനൊപ്പം മറ്റ് 9 പേരും ഇന്ന് അസിസ്റ്റന്റ് പ്രൊഫസർമാരായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 17 വയസ്സുകാരനെ അന്തേവാസിയായ 15 വയസ്സുകാരൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. അങ്കിത്തിനെ ചിൽഡ്രൻസ് ഹോമിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നതായി പറയുന്നു. തുടർന്ന് ഇന്നു രാവിലെ വീണ്ടും തർക്കമുണ്ടാവുകയും 15 വയസ്സുകാരൻ അങ്കിത്തിനെ തലക്കടിക്കുകയുമായിരുന്നു. ഗുരുതര പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്ത്. കൊലം നടത്തിയ 15-കാരൻ 1 മാസം മുൻപാണ് ചിൽഡ്രൻസ് ഹോമിൽ എത്തിയത്. ഉത്രം വിളക്കിനൊരുങ്ങി തളിക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഉത്രം വിളക്ക് മഹോത്സവം ആഘോഷിക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ദീപാരാധനയും വിശേഷാൽ പൂജകളും ഉണ്ടായിരിക്കും. ഉത്സവ ദിവസമായ ശനിയാഴ്ച നിർമാല്യ ദർശനം, വാഗച്ചാർത്ത്, ഉഷപൂജ, ശിവേലി എഴുന്നള്ളിപ്പ്, അന്നദാനം, പാൽക്കാവടി എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. തുടർന്ന് മേളപ്രമാണി ഉദയൻ കണ്ണമ്പ്രയും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും സ്പെഷ്യൽ നാദസ്വര കച്ചേരി, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരിക്കും. പുലർച്ചെയോടെ ഭസ്മക്കാവടി എഴുന്നള്ളിപ്പ്, നടപ്പുര പഞ്ചവാദ്യത്തോടുകൂടിയ ആന എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. 19-ന് വടക്കും വാതുക്കൽ കർമ്മം, ഗുരുതി സമർപ്പണം എന്നീ ചടങ്ങുകൾ നടക്കും. ഉത്രമിളക്ക് മഹോത്സവ കമ്മിറ്റി ഭാരവാഹികളായ TG സോദരൻ, TR സുഖിൽദാസ്, TN സുനിൽ, TR രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്രമിളക്ക് മഹോത്സവമാണ് ഈ വരുന്ന ജനുവരി 17, 18, 19, അതായത് 1200 മകരം 4, 5, 6 വെള്ളി, ശനി, ഞായർ തീയതികളിലായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഈ കുറേ കാലങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഉത്സവമായിട്ട് ഈ സമയം കൊണ്ട് തന്നെ തളിക്കുളത്തെ ഈ ഉത്രമിളക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ 10 സെറ്റ് കാവടി എഴുന്നള്ളിപ്പുകൾ തളിക്കുളത്തിൻ്റെ നാട്ടികയുടെ വാടാനപ്പള്ളി പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ നിന്ന് തളിക്കുളം പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമായിട്ടുള്ള കാവടി സംഘങ്ങളാണ് നമ്മളുടെ ഈ ക്ഷേത്രോത്സവത്തിന് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. ഒട്ടനേകം യുവാക്കളുടെയൊക്കെ പ്രയത്നപരമായിട്ട് അവരുടെയൊക്കെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം കൊണ്ട് തന്നെ അനേകം ഭക്തജനങ്ങളാണ് ഈ ഉത്സവം കാണാനായിട്ട് ഇപ്പോൾ എത്തുന്നത്. ഏങ്ങണ്ടിയൂർ എലൈറ്റ് പടിയിൽ വാഹനാപകടം. KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. ഏങ്ങണ്ടിയൂർ എലൈറ്റ് പടി പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറിന് പുറകിൽ KSRTC ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ ഏങ്ങണ്ടിയൂർ സ്വദേശി തറയിൽ 74 വയസ്സുള്ള സദാനന്ദനാണ് പരിക്കേറ്റത്.
പരിക്കേറ്റയാളെ എങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ടാമത് ഓൾ കേരള മണപ്പുറം സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 19 തുടങ്ങും. മണപ്പുറം മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിലാണ് രണ്ടാമത് ഓൾ കേരള സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. 19 ഞായറാഴ്ച രാവിലെ ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകും. തൃശൂർ ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ പരിചയസമ്പന്നരായ റഫറിയുടെ നിയന്ത്രണത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനാകും. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, തൃശൂർ ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷൻ സെക്രട്ടറി ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളാകും. കിഡീസ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ് എന്നിങ്ങനെ 5 വിഭാഗങ്ങളിൽ ഫ്രീ സ്റ്റൈൽ, ബട്ടർഫ്ലൈ, ബാക്ക് സ്ട്രോക്ക്, ബ്രസ്റ്റ് സ്ട്രോക്ക് എന്നീ ഇനങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 5000, 3000, 2000 എന്നിങ്ങനെ ക്യാഷ് പ്രൈസ് ലഭിക്കും. KM റഫീഖ, VS വിപിൻ, ലിബർട്ട് ജോസഫ്, നിധിന, ശബരീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഓൾ കേരള സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മളുടെ വലപ്പാട് ഉള്ള പയ്യന്നൂർ സെമി ഒളിമ്പിക് അക്വറ്റിക് കോംപ്ലക്സിൽ വെച്ച് നടക്കുകയാണ്. രാവിലെ 7 മണി തൊട്ട് രജിസ്ട്രേഷൻ തുടങ്ങും. 9 മണിക്ക് അത് അവസാനിക്കും. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മളുടെ ഭയങ്കരനായിട്ടുള്ള ശ്രീ VP നന്ദകുമാർ സാറാണ്. അധ്യക്ഷനായിട്ട് എത്തുന്നത് നമ്മുടെ എടത്തിരുത്തി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചന്ദ്രബാബു സാറാണ്. അതുപോലെ തന്നെ ഇതിന് മുഖ്യാതിഥികളായിട്ട് നമ്മുടെ KC പ്രസാദ്, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ സ്വിമ്മിംഗ് ജനറൽ സെക്രട്ടറി ജ്യോതി ജയപ്രകാശ്, അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ചീഫ് കോച്ചായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ സാർ, ഇവരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ മത്സരം തികച്ചും സുതാര്യം, അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റഫറിമാരും. കൊടുങ്ങല്ലൂരിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന നാടോടി കുടുംബത്തിലെ കുഞ്ഞ് മരിച്ച നിലയിൽ. രാജസ്ഥാൻ സ്വദേശികളുടെ 1 മാസം പ്രായമുള്ള കുട്ടിയാണ് മരിച്ചത്. താലപ്പൊലിക്കാവിൽ കച്ചവടം നടത്തുന്ന രാജസ്ഥാൻ സ്വദേശികളായ നാടോടി സംഘത്തിലെ നേന എന്ന യുവതിയുടെ 1 മാസം പ്രായമുള്ള മകൾ ദിവ്യാൻഷിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പുലർച്ചെ 4 മണിയോടെ മുലപ്പാൽ നൽകി ഉറക്കിയ കുഞ്ഞിനെ രാവിലെ അബോധാവസ്ഥയിൽ കാണപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഗരുഡ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് AR ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സമൂസയിൽ നിന്നും പല്ലിയെ കിട്ടിയതായി പരാതി. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപം കൂടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന കടയിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ നിന്നാണ് പല്ലിയെ കിട്ടിയതായി പരാതിയുള്ളത്. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കടയിൽ പരിശോധന നടത്തി. ബസ് സ്റ്റാൻഡിലെ കൂടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന ഷോപ്പിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയോടെ ആനന്ദപുരം സ്വദേശിയായ തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനും ചായ കുടിച്ച ശേഷം മകൾക്കായി 2 സമൂസ പാഴ്സൽ വാങ്ങിയത്. വീട്ടിലെത്തി മകൾ സമൂസ കഴിക്കുന്നതിനിടയിലാണ് സമൂസയ്ക്കുള്ളിൽ നിന്നും പല്ലിയെ ലഭിച്ചത്. രാജേഷ് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകുകയും ചെയ്തു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഷോപ്പിൽ പരിശോധന നടത്തുകയും സമൂസ ഇവിടെ നിർമ്മിക്കുന്നതല്ലെന്നും കല്ലംകുന്ന് AB ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും നിർമ്മാണം നടത്തി വിതരണം നടത്തുന്നതാണെന്നുമാണ് ഷോപ്പിൽ നിന്നും ലഭിച്ച വിശദീകരണം. വേളൂക്കര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡ് എടുത്തതിനു ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശം നൽകി. സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയ സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നും ഇതിനുശേഷം മാത്രം മറ്റു നടപടികൾ ഉണ്ടാവുമെന്നും ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ട് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബബിൾസ് ടീ എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങിച്ചു. ആ സമോസയിൽ ഒരു വൈകുന്നേരം സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവറ് പൊട്ടിച്ചെടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് പല്ലിയെ കിട്ടി. മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത്. പല്ലിയുടെ വാല് കടിച്ച് അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു. അവിടുത്തെ അനൂപ് സാറ് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ അവിടെ പോയിരുന്നു. CCTVയിൽ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗൂഗിൾ പേ ആയിട്ടാണ് പേയ്മെൻറ്റ് കൊടുത്തത്. അതിൻ്റെ ഡീറ്റെയിൽസും സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആരോഗ്യ വിഭാഗത്തിലേക്ക് നമ്മൾ പരാതി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7390 രൂപ, പവന് 59,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 19 മുതൽ 26 വരെ നടക്കും. 19 വൈകിട്ട് 5 TS അനന്തരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്തിലെ പൂത്തറയ്ക്കൽ ഗവൺമെന്റ് നഴ്സറി സ്കൂളിൽ ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. CC മുകുന്ദൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.